കേരള ബാങ്ക് എറണാകുളം റീജിയന്റെ നേതൃത്വത്തിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. എറണാകുളം പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാം എംപ്ലോയീസ് സൊസൈറ്റിയുടെ P&T ഭവനിൽ സംഘടിപ്പിച്ച യോഗം കുഫോയ്സ് വൈസ് ചാൻസലർ ഡോക്ടർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇപ്പോൾ കേരള ബാങ്കിലെ ഈ ജില്ലാ ബാങ്ക് എന്നുള്ള രീതിയിലുള്ള ആസ്തി മാത്രമല്ല, ആ നിക്ഷേപകരുടെ വിശ്വാസം ഏറ്റവും താഴത്തെ തട്ടിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി അവരിൽ ഉള്ള ആ വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ നേരത്തെ ശ്രീ മാണി സാറ് പറഞ്ഞു, നാഷണലൈസ്ഡ് ബാങ്ക് എന്നുള്ള പേരിൽ പല ബാങ്കുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും വലിയ നാഷണലൈസ്ഡ് ബാങ്ക് SBI. പക്ഷെ ഇവരൊക്കെ ലോൺ കൊടുക്കുമ്പോൾ എത്ര കേരളത്തിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. കാരണം അവരുടെ മാനേജ്മെൻറ്റ് രംഗത്ത് അവർ നോക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വായ്പ കൊടുക്കുന്നതിനേക്കാൾ ലാഭം ചിലപ്പോൾ അവർക്ക് പുറത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ലാഭം നോക്കി കേരളത്തിൽ നിന്നും നിക്ഷേപിച്ച് കിട്ടുന്ന സമാഹരിക്കുന്ന തുക അവർ പുറത്തു കൊടുക്കും. ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂലധനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ കേരള ബാങ്ക് ഇവിടെ നിന്നും ശേഖരിക്കുന്ന തുക ഇവിടെ തന്നെ വായ്പയായിട്ട് കൊടുക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ന്യൂ ജനറേഷൻ ബാങ്കിംഗ് പദ്ധതികളെ പറ്റിയും വിശദീകരിച്ചുകൊണ്ട് മട്ടാഞ്ചേരി ശാഖാ മാനേജർ R. ശ്യാംരാജ് സ്വാഗതം ആശംസിച്ചു. സഹകരണ ബാങ്കിംഗ് മേഖല ഇന്ന് കേരളത്തിൽ ഒരു പുത്തൻ ഉണർവോടുകൂടി പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തന്നെ വളരെയധികം പ്രചോദനകരമായ പ്രവർത്തന ശൈലിയിലൂടെ റിസർവ് ബാങ്കിൽ നിന്ന് അംഗീകാരം വാങ്ങിക്കൊണ്ട് കേന്ദ്രതല ബാങ്കായി കേരള ബാങ്ക് ഇന്ന് കേരളത്തിലെ സഹകരണ മേഖലയെ ആകമാനം നയിക്കുന്ന ഒരു കാലഘട്ടം. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം മാണി വിധേയത്തിൽ ചടങ്ങിൽ അധ്യക്ഷനായി. നടുക്കുള്ള ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ലാതെ ഇപ്പോൾ ഒരു 2 ടയർ സംവിധാനമാണ്. അപ്പോൾ അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇപ്പോൾ ആധുനിക സംവിധാനത്തിലുള്ള ഒരു ന്യൂ ഡിജിറ്റൽ സംവിധാനത്തിലുള്ള എല്ലാ ബാങ്കിൻ്റെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കായി മാറി. അങ്ങനെയുണ്ടായ മാറ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ ഭാഗത്തും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഞങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയ്ക്കാണ് ഈ വേദി ഉദ്ദേശിക്കുന്നത്. പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാം എംപ്ലോയീസ് സൊസൈറ്റി സെക്രട്ടറി മനോജ് തോമസ് ആശംസകൾ അർപ്പിച്ചു. കേരള ബാങ്കിന്റെ എറണാകുളം റീജിയണിലെ വിവിധ ശാഖകളിലെ ഇടപാടുകാർ, ശാഖാ മാനേജർമാർ, ഏരിയ മാനേജർമാർ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഭിജിത്ത് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. എറണാകുളം റീജിയണൽ ഏരിയ മാനേജർ രാജലക്ഷ്മി നന്ദി രേഖപ്പെടുത്തി. ഗ്രാമീണ സമ്പദ്ഘടനയുടെ അടിസ്ഥാന ബാങ്കിംഗ് മേഖലയായ കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖല കേരള ബാങ്കിന്റെ രൂപീകരണത്തോടെ ഇന്ത്യയിലെ മറ്റ് ഇതര ബാങ്കിംഗ് മേഖലയോട് കിടപിടിക്കുന്ന ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുവാൻ ശക്തമായി എന്ന് യോഗം വിലയിരുത്തി. മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ റുബല്ലോ, ന്യൂസ് ടുഡേ, കൊച്ചി.